5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. മിസ്റ്റർ, നിങ്ങൾ ആരാണ്? മോഹൻലാൽ അവതരിപ്പിച്ച ഒരു പരിപാടി, അതുകൊണ്ട് മാത്രം ജനങ്ങൾ കണ്ട, കുറേ അധികം ആളുകൾ കണ്ട ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പരിപാടി. ആ പരിപാടി തന്നെ ലോക അലുമ്പ് പരിപാടിയാണ്. അത് കണ്ടവരാരും പിന്നെ ഒരിക്കലും കാണത്തില്ല. പോട്ടെ, അതിനകത്തൊരു പ്രാവശ്യം ഒരു അവാർഡ് കിട്ടി, അല്ലെങ്കിൽ ഒരു ഹീറോ ആയി, അല്ലെങ്കിൽ അതിനകത്തൊരു സമ്മാനം കിട്ടി എന്ന് പറഞ്ഞ് താൻ ആരാ? സകല കാര്യങ്ങളും അഭിപ്രായം പറയുകയാണ്. എല്ലാത്തിനും ഇപ്പൊ വന്ന് പാകിസ്ഥാനിന് അനുകൂലമായി രാജ്യദ്രോഹപരമായ നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നു. ബലൂചിസ്ഥാനിൽ എന്തൊരു നല്ല കണ്ടുപിടുത്തമാണ് മച്ചമ്പിയുടെ. ബലൂചിസ്ഥാന് നമ്മൾ പൈസ കൊടുത്ത്, ബലൂചിസ്ഥാൻ പാകിസ്ഥാന് പൈസ കൊടുത്ത്, പാകിസ്ഥാനിലെ ഭീകരവാദികളെ ഇളക്കിവിട്ട്, ആ ഭീകരവാദികൾ കാശ്മീരിൽ വന്ന് അവർ ഇവിടുത്തെ ആളുകളെ കലീമ ചൊല്ലാൻ പറഞ്ഞ് ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ച് കൊല്ലാൻ മോഡി ഏർപ്പാടാക്കിയെന്നാണ്. എത്ര മനോഹരമായ സുന്ദരമായ ഒരു വ്യാഖ്യാനമാണ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് പിന്നെ എന്താ പറയുന്നത്, റീച്ച് വേണം, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരുപാട് ആളുകൾ ഇത് കാണണം, അല്ലെങ്കിൽ ലൈക്ക് വേണം, കമൻറ്റോട് ഷെയർ വേണം, വേറെ പണിക്ക് പോകണമെന്നേ. ജീവിക്കാനാണിത്. കാശ് കിട്ടി ജീവിക്കാനാണെങ്കിൽ മോഷ്ടിക്കാൻ പോയാലും നമുക്ക് ജീവിക്കാം, അല്ലെ തെമ്മാടിത്തരം കാണിച്ച് ജീവിക്കാം, കൊലപാതകം നടത്തി, എന്തൊക്കെയാണ് നടത്തി മനുഷ്യർ ജീവിക്കുന്നത്. അത് അങ്ങനെ ജീവിക്കുന്നവരും ഉണ്ട് ഇവിടെ, നല്ല ജോലി ചെയ്ത് ജീവിക്കുന്നവരും ഉണ്ട്. എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? താങ്കൾ ഈ രാജ്യദ്രോഹം, കുറച്ച് BJP അനുകൂലമൊന്നും പറയേണ്ട, താങ്കൾ മോഡി അനുകൂലം പറയണ്ട, സംഘി അനുകൂലം ഒന്നും പറയണ്ട, സംഘി വിരുദ്ധതയും പറയണ്ട, താങ്കൾ അതൊന്നും പറയണ്ട. പക്ഷെ രാജ്യവിരുദ്ധത പറയാൻ പാടില്ല, ദേശവിരുദ്ധത പറയാൻ പാടില്ല. ഈ ഒരു രാഷ്ട്രീയ പാർട്ടി പോലും പറഞ്ഞില്ലല്ലോ ഇന്ത്യയിലെ. മമതാ ബാനർജി പറഞ്ഞില്ലല്ലോ. നമ്മുടെ ജയിലിൽ പിടിച്ചിട്ട ഡൽഹിയിലുള്ള പിന്നെ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞില്ലല്ലോ. CPM-ന്റെ BJP-യുടെ ശത്രുവെന്ന്, മുഖ്യ ശത്രുവെന്ന് പറയുന്ന പിന്നെ കോൺഗ്രസിന്റെ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിണറായി വിജയൻ പറഞ്ഞില്ലല്ലോ. മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞില്ലല്ലോ. ഒരാളും പറഞ്ഞില്ലല്ലോ ഇന്ത്യയിൽ. എന്തിനു പറയുന്നു? മുസ്ലിം നേതാക്കൾ പറഞ്ഞില്ലല്ലോ. മുസ്ലിം നേതാക്കൾ പറയാത്ത, ഒരാളും പറയാത്ത കാര്യത്തിനാണ് അഖിൽമാരാർ വന്നിട്ട് തള്ളി മറിക്കുന്നു. ബലൂചിസ്ഥാന് കാശ് കൊടുക്കുന്നു, ബലൂചിസ്ഥാൻ പാകിസ്ഥാനേക്കാൾ ഇളക്കി വിടുന്നു, പാകിസ്ഥാൻ ഭീകരവാദി സൈന്യത്തെ ഇളക്കി വിടുന്നു, സൈന്യം ഭീകരവാദി ഇളക്കി വിടുന്നു, ഭീകരവാദികൾക്ക് ക്ലാസ് കൊടുക്കുന്നു, പരിശീലനം കൊടുക്കുന്നു. ഇന്ത്യയിൽ പൊക്കോളൂ, കാശ്മീരിൽ ചെല്ലൂ, കാശ്മീരിൽ ചെന്നിട്ട് അവിടെ പിന്നെ ഹിന്ദുക്കളെ കണ്ടുപിടിക്കൂ, അവരോട് കലിമ ചൊല്ലാൻ പറയൂ, അവരോട് സുന്നത്ത് ചെയ്തോ എന്ന് ചോദിക്കൂ, എന്നിട്ട് കൊല്ലൂ, സിന്ദൂരം ചോദിക്കൂ, മായ്ക്കൂ. എന്തൊക്കെയാണ് പുള്ളിക്കാരൻ തള്ളുന്നത്? ഒരു റീച്ച്. നമ്മളൊരു സെലിബ്രിറ്റി, കേരളത്തിന്റെ ഒരു ശാപം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു സ്ഥലത്തും ഇല്ല ഇങ്ങനെ, ഒരു രാജ്യത്തും ഇല്ലാത്തൊരു ശാപം കേരളത്തിനുണ്ട്. ആരെങ്കിലും 4 ദിവസം എന്തിലെങ്കിലും ഒക്കെ വന്ന് പബ്ലിസിറ്റി കിട്ടിയാൽ പിന്നെ അദ്ദേഹം സെലിബ്രിറ്റിയാണ്. പിന്നെ അദ്ദേഹമാണ് ഇവിടുത്തെ സകല ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യാൻ പോവുക, ജുലുവാറിൽ ഉദ്ഘാടനം ചെയ്യാൻ പോവുക, സകല സ്ഥലത്തും ആളുകൾക്ക് സെൽഫി എടുക്കുക. ഒരു സെലിബ്രിറ്റിയാണ്. അത് ബിഗ് ബോസിൽ വന്നാലും മതി, സീറോ ബോസിൽ വന്നാലും മതി, എന്തിൽ വന്നാലും മതി, ഏത് പരിപാടിയിൽ വന്നാൽ ഒന്ന് ചാനലിലൊക്കെ ഒന്ന് തല കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ഹീറോ ആണ്. അവർ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെല്ലാം കുറച്ചു കാലം പിണറായി തെറി പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. പിണറായി ഭയങ്കര കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. പിന്നെ കുറച്ചു കാലം കോൺഗ്രസ്സുകാരെ തെറി പറയുമായിരുന്നു. പിന്നെ ഇപ്പോൾ മോഡിയെ തെറി പറയുന്നു. മോഡിയെയും കോൺഗ്രസ്സുകാരെയോ പിണറായിയോ ആരെയോ തെറി പറഞ്ഞിട്ട് അതൊന്നും എനിക്ക് വിഷയമല്ല, നമ്മുടെ സബ്ജക്റ്റേ അല്ല. പക്ഷെ രാജ്യവിരുദ്ധത പറയരുത്, ദേശവിരുദ്ധത പറയരുത്. നമ്മുടെ രാജ്യം ഒരു യുദ്ധത്തിന് സമാനമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ എതിരാളികൾ പാകിസ്ഥാൻ പോലുള്ള രാജ്യം എത്ര തവണയാണ് ഇന്ത്യ ആക്രമിച്ചത്? എന്തുമാത്രം ഭീകര പ്രവർത്തനങ്ങളാണ് രാജ്യത്ത് നടത്തിവിടുന്നത്? എത്രമാത്രം നിരപരാധികളെയാണ് കൊല്ലുന്നത്? എത്ര സഹോദരിമാർക്കാണ് പിന്നെ ഭർത്താക്കന്മാരില്ലാതെ പോകുന്നത്? എത്ര പെൺകുട്ടികൾക്കാണ് അച്ഛനില്ലാതെ പോയത്? ഇതൊക്കെ ചെയ്ത ഒരു രാജ്യത്ത് നമ്മൾ ഇന്ത്യ അങ്ങനെ അവസരം കൊടുത്തു എന്നാണ് പറയുന്നത്. ഉടൻ തന്നെ മോഡിയെ കൂടെ പിടിക്കും, സകലവരെ അങ്ങ് പിടിച്ചോളും. പിടിച്ചിട്ടിട്ട് അങ്ങോട്ട് വീഡിയോ അങ്ങോട്ട് ചെയ്യും. അത് കാണാനും പ്രചരിപ്പിക്കാനും കുറെ ആളുകൾ. ലോകത്ത് വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ ജയിലിൽ പിടിച്ചിട്ടനെ, പാകിസ്ഥാനാണെങ്കിലും അങ്ങനെ ചെയ്തനെ. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ടും ഹിന്ദുക്കൾ കൂടുതൽ സനാതന ധർമ്മത്തിലൊക്കെ വിശ്വസിക്കുന്നതായതുകൊണ്ടും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നതായതുകൊണ്ടും ഇവിടുത്തെ ഒരു ഭരണഘടനാ സംവിധാനമൊക്കെ വെച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്നതാണ്. ലോകത്ത് ഏതെങ്കിലും രാജ്യത്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റൂ? രാജ്യവിരുദ്ധത പറഞ്ഞുകൊണ്ട്, ദേശവിരുദ്ധത പറഞ്ഞുകൊണ്ട്. എന്തൊരു മോശമാണ്. അഖിൽമാരാറിനെ പോലുള്ള ആളുകൾ ചെയ്യാൻ പറഞ്ഞു. 24 മണിക്കൂറിനകം അത് തിരുത്തണ്ടേ, ഖേദം പ്രകടിപ്പിക്കണ്ടേ, മറു വീഡിയോ ഇടണ്ടേ? അതിന് പകരം അത് ആദ്യം ഇങ്ങനെ തെറ്റ് പറഞ്ഞു, അല്ലെങ്കിൽ ഈ രീതിയിൽ അവതരിപ്പിച്ച്, പിന്നെ അതിനെ ആളുകൾ അഭിപ്രായം പറഞ്ഞപ്പോൾ അതിനെ മെഴുകി ഒരു ആകെ നാശക്കോട്ടയാക്കി. എന്തൊരു ദുരന്തമാണ് ഇതൊക്കെ! എന്തൊരു സെലിബ്രിറ്റിയാണിത്! വന്നിരുന്ന് കുറച്ച് ആളുകളെ നെഗറ്റീവായി, കുറെ ഭരണകൂടത്തെ നെഗറ്റീവായി തെറി പറയുമ്പോൾ ഒരു കയ്യടി കിട്ടും. അത് പിണറായി വിജയനെ 4 തെറി പറഞ്ഞു കഴിഞ്ഞാൽ കയ്യടി കിട്ടും. മോഡി 5 തെറി പറഞ്ഞാൽ കയ്യടി കിട്ടും. രാഷ്ട്രീയ പാർട്ടികളെ കുറെ തെറി പറഞ്ഞു കഴിഞ്ഞാൽ കയ്യടി കിട്ടും.
കയ്യടി കിട്ടുമ്പോൾ ഉടനെ വിചാരിച്ചാൽ സെലിബ്രിറ്റിയാ എന്ന് പറഞ്ഞിട്ട് സകലതും പറയാവോ? ദേശവിരുദ്ധത പറയാവോ? രാജ്യവിരുദ്ധത പറയാവോ? ഇതൊന്നും നമ്മുടെ നാടിന് ചേർന്നതല്ല. ഇത്തരക്കാരെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സമൂഹമുണ്ട് ഇവിടെ. അത്തരം വീഡിയോകൾ ഷെയർ ചെയ്യുന്നവരുണ്ട്. എന്താണ് കാര്യം? ഭരണകൂടങ്ങൾക്കെതിരെ നമുക്ക് വർത്തമാനം പറയാം, അവരുടെ നയങ്ങളെ നമുക്ക് ചോദ്യം ചെയ്യാം, അവരുടെ അഭിപ്രായങ്ങളെ ചോദ്യം ചെയ്യാം. ഇന്നലെ വരെ ഞാൻ സംഘീയ എന്നാണ് എന്നെ പറഞ്ഞത്, ഇന്നിപ്പോൾ ഞാൻ സംഘവിരുദ്ധനായി എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ സംഘീയം ആവണ്ട, കൊങ്ങിയും ആവണ്ട, സുഡാപ്പി ആവണ്ട, ഒന്നും ആവണ്ട. നിങ്ങൾ നല്ല മനുഷ്യനാകൂ. നിങ്ങളുടെ കുടുംബ പശ്ചാത്തലവും പിന്നെ അമ്മ തൊഴിലുറപ്പും പോയ കാര്യവും ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് നിങ്ങൾ പോയ കാര്യം, നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ നല്ല കാര്യങ്ങൾ ഇടപെടുന്നുണ്ടല്ലോ. ഞാൻ വളരെ സാധു കുടുംബത്തിൽ ജനിച്ചാണെന്നൊക്കെ പറയുന്ന ആളാണല്ലോ. അങ്ങനെയുള്ള ആളാണോ ദേശവിരുദ്ധത പറയേണ്ടത്, രാജ്യവിരുദ്ധത പറയേണ്ടത്? രാജ്യം ഇങ്ങനെ ഒരു വലിയ അന്തരാള ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ആരെങ്കിലും അങ്ങനെ കയറി പറയുമോ? വളരെ വളരെ ഒരു ദുരന്തമാണ് താങ്കൾ ഇത്തരം കാര്യങ്ങളിൽ. അതുകൊണ്ട് തിരുത്തുക, ആവശ്യത്തിനുള്ള തിരുത്തൽ വരുത്തി വളരെ ഗൗരവമായി ഇത്തരം കാര്യങ്ങളിൽ അടിയന്തരമായി താങ്കൾ മാപ്പ് പറയണം പൊതുസമൂഹത്തോട്. ആ വീഡിയോ ഇപ്പോഴും ഷെയർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് വിഡ്രാ ചെയ്തിട്ട് അടിയന്തരമായി പൊതുസമൂഹത്തോട് മാപ്പ് പറയണം.